ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? മോട്ടീവ് സംബന്ധിച്ച കൃത്യമായ വിവരങ്ങൾ ഈ വൈകിയ മണിക്കൂറുകൾ ലഭ്യമാണോ? ചോദ്യം ചെയ്യലോട് സഹകരിക്കുന്നുണ്ടോ ഇയാൾ? സ്വബോധത്തിലേക്ക് എത്തിയോ? സുഹൈൽ, ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ചാണെങ്കിൽ ഈ നാട്ടുകാർ ഈ സുലേഖയെ കാണുന്നില്ല എന്നുള്ള കാര്യങ്ങൾ തിരക്കി അന്വേഷിച്ചു ചെന്നപ്പോഴാണ് ഈ സംഭവം വീട്ടിനുള്ളിൽ നടന്നതായി അറിയുന്നത്. തുടർന്ന് അവർ പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ മുംതാസിൽ നിന്ന്, ഈ മാതാവിൽ നിന്ന് ഇപ്പോൾ മൊഴി രേഖപ്പെടുത്തുന്നു പോലീസ് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. കാരണം ഈ മാതാവിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുക എന്നുള്ള ദൗത്യമാണ് ഇപ്പോൾ പോലീസ് നടത്തുന്നത്. കാരണം ഇതിന്റെ മോട്ടീവ് കണ്ടെത്തണം, ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ നിന്നും പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്തണം എന്നീ കാര്യങ്ങളാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. ഈ ഷഹനാസിനെതിരെ നേരത്തെ തന്നെ 2ലധികം കേസുകൾ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന് ലഭിക്കുന്ന പ്രാഥമിക വിവരം അനുസരിച്ച് 2 കേസുകൾ മറ്റ് സംഭവവുമായി ബന്ധപ്പെട്ടുണ്ട്. അത് എന്ത് കേസാണ് എന്ന് സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ വ്യക്തതയില്ല. പോലീസ് ഇക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം നടത്തുന്നത് 2 കേസ് നേരത്തെ തന്നെ ഷഹനാസിനെതിരെ ഉണ്ട് എന്നുള്ളതാണ്. ഇയാൾക്ക് ഒരു അനുജൻ കൂടിയുണ്ട്. ഈ ഷഹനാസ് എന്തിനാണ് ഇത് ചെയ്തത് എന്ന കാര്യത്തിൽ നിലവിൽ ഇപ്പോൾ പോലീസിന് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഈ മുത്തശ്ശിയുമായി ഉണ്ടായ ഈ തർക്കമാണ്. അത് ഈ പെൻഷൻ പണത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ഈ ഇതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. അതിനപ്പുറം മറ്റു കാര്യങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ്, വീട്ടിൽ മറ്റു പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു എന്നുള്ളതാണ് പോലീസിനെ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ മുംതാസിൽ നിന്നും കൂടി മൊഴി പൂർണ്ണമായും എടുത്തു കഴിയുമ്പോൾ പോലീസ് ഇക്കാര്യത്തിലൊരു വ്യക്തത വരുത്തും. കാരണം എന്താണ് ഈ മരണത്തിലേക്കടക്കം, ഈ കൊലപാതകത്തിലേക്കടക്കം നയിച്ചത്, അതിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ, ഈ ലഹരി ഉപയോഗം അത് ഇയാൾക്ക് ഏത് തരത്തിലാണ്, ഇയാൾ എത്ര നാളെ ഇതിന് അടിമപ്പെട്ടിട്ടുണ്ട് എന്നീ കാര്യങ്ങളടക്കം മാതാവിൽ നിന്ന് വിവരം ഇപ്പോൾ പോലീസ് തേടുകയാണ്. നാട്ടുകാരെല്ലാം വലിയ രീതിയിൽ ഒരു ഞെട്ടൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.